ലാസറസ് ത്രില്ലർ നോവലുകളിലൂടെയും സീരീസുകളിലൂടെയും ഒക്കെ പ്രശസ്തനായ ഹാർലൻ കോബന്റെ പുതിയ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണിത്. ആമസോൺ പ്രൈം വീഡിയോയിൽ വന്നിട്ടുള്ള സാം കാഫ്ലിൻ നായകനായിട്ട് വന്ന ഈ സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ജോയൽ ലാസറസ് എന്ന ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ കഥയാണ്. പുള്ളിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സംഭവത്തിന് ശേഷം ഭീകരമായിട്ടുള്ള കുറച്ച് മരണങ്ങളെ കുറിച്ച് ലാസിന് അന്വേഷിക്കേണ്ടി വരുന്നതാണ് ഈ സീരീസ് പറയുന്നത്. ഇപ്പൊ ഹാർലൻ കോബന്റെ കഥകൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ സീരീസുകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അറിയാം. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, കുറെ മിസ്റ്ററീസ് കാണും. അതുപോലെ തന്നെയാണ് ഇതും പോകുന്നത്. ഭയങ്കര പുതുമയുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല എങ്കിലും ഈ സീരീസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടുമാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ സ്വഭാവമുണ്ട്. അതാണ് ഹാർലൻ കോബന്റെ മറ്റ് കഥകളിൽ നിന്നും ഇതിനെ ഡിഫറെന്റ് ആക്കുന്നതും. സോ ഒരു ഡീസന്റ് സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നിയത്. നമ്മളെങ്ങനെ ഗസ് ഏൽപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട്. ആരെയൊക്കെ സംശയിക്കണമെന്ന ഒരു സംശയം തന്നെ നമുക്കുണ്ടാവും. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള മിസ്റ്ററി ത്രില്ലറുകൾ കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ വല്ലാതെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോവുക. ഇത് ഇടയ്ക്ക് നമുക്ക് തന്നെ ഒരു സംശയം തോന്നും, നമുക്ക് ഇന്ന ക്യാരക്ടറിനെ വിശ്വസിക്കാമോ എന്ന്. അത് ആക്ച്വലി ഒരു നല്ല ലക്ഷണമാണ്. പിന്നെ ഇതിൽ കുറെ ട്വിസ്റ്റുകളുണ്ട്. ചില ട്വിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ചിലത് വളരെ നൈസ് ആയിരുന്നു കേട്ടോ. നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിക്കില്ല. എനിക്ക് പേഴ്സണലി ഒരു ക്രൈം നടക്കുന്നു, പിന്നെ അതിന്റെ പിന്നിൽ ഒരാളെ അന്വേഷിച്ചു പോകുന്നു, ഓരോ അഡ്രസ് ഒക്കെ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചു പോകുന്നു. ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആ ഒരു മിസ്റ്ററിയുടെ ചുരുളഴിക്കുന്ന ഒരു പരിപാടി. ഇതിൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ സംശയങ്ങളൊക്കെ വരും. നമുക്ക് ചില ആൾക്കാരെ ഡൗട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ പല ക്യാരക്ടേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും വരുമെന്ന് പറയാം. ആ ഒരു മൈൻഡ് ഗെയിമിങ് വളരെ നന്നായിട്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കഥയുടെ സൈക്കോളജിക്കൽ വശം കൊണ്ട് നമുക്കൊരു ചെറിയ കിളിപറത്തുന്ന അനുഭവമായിട്ട് മാറാനും ഇത് സാധ്യതയുണ്ട്. അഭിനയിച്ചവരുടെയൊക്കെ നല്ല പെർഫോമൻസുകളും സീരീസിലുണ്ട്. സാം കാഫ്ലിൻ ആണ് ഇതിലെ നായകൻ. ജോയൽ ലാസറസ് എന്ന കഥാപാത്രമായിട്ട് വരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേഷമാണ്. പുള്ളിയുടെ പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് പുള്ളിയുടെ ഉള്ളിൽ തന്നെ ചുരുളഴിയാതെ കുറച്ച് മിസ്റ്ററീസ് കടപ്പുണ്ട്. അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും പോരാത്ത അതിന്റെ പിറകെ വീണ്ടും വീണ്ടും മിസ്റ്ററികൾ ഇപ്പോൾ വരുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള പുള്ളിയുടെ ആ ഒരു ത്വര, ഒരു കുറ്റാന്വേഷകന്റെ ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് എനിക്കിത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതേസമയം കുറെ ഷെയ്ഡ്സും ആ ക്യാരക്ടറിനുണ്ട്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇത്. സാം കാഫ്ലിൻ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അച്ഛൻ ഡോക്ടർ ലാസറസ് ആയിട്ട് വന്ന ബിൽ നെയ്ഗിയും കൊള്ളാമായിരുന്നു. അതുപോലെ ഇതിനകത്ത് നായകന്റെ ഡിറ്റക്റ്റീവ് ഫ്രണ്ട് സെയ്ത്ത് ആയിട്ട് വന്ന ഡേവിഡ് ഫിന്നും കൊള്ളാമായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ലാസിന്റെ പെങ്ങളായിട്ട് വന്ന അലക്സാണ്ട്ര റോച്ചും നൈസ് ആണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടർ ഐഡൻ എന്ന പയ്യന്റേതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചെറിയ ടെൻഷനിലൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ ഇതിലെ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും എല്ലാവർക്കും കഥയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാം. പിന്നെ ഇതിന്റെ ക്യാമറ കളർ ടോൺ ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു പച്ച അല്ലെങ്കിൽ ഒരു ബ്ലൂവിഷ് ടോൺ ആണ് ഇതിനുള്ളത്. സോ ഒരു ചത്ത സ്വഭാവമുള്ള ടോൺ ആയിരുന്നു പറയാം. അതും വളരെ ഡാർക്ക് ആയിട്ടുള്ളതാണിത്. സോ സീരീസിൽ മൊത്തത്തിലുള്ള ആ ഒരു മിസ്റ്ററി സ്വഭാവത്തിന് അത് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ട് വ്യത്യസ്ത ടൈം ലൈനുകൾ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും രസമുണ്ട്. എഡിറ്റിംഗ്, ലൈറ്റിംഗ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും നല്ലതാണ്. കുറെ പോസിറ്റീവ് ഘടകങ്ങളുണ്ടെങ്കിലും കുറെ നെഗറ്റീവ്സ് ഇതിനുണ്ട്. കുറെ കാര്യങ്ങൾ വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുന്നത് പോലെ ഒരു ഫീൽ തോന്നി. അതുപോലെ പാസ്റ്റ് ഏതാ പ്രസന്റ് ഏതാന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്ന് കയറി പോകുമ്പോൾ. പിന്നെ സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല ക്ലാസിക് ത്രില്ലറുകളും നമുക്ക് ഓർമ്മ വരും. ഇപ്പോ സൈലൻസ് ഓഫ് ദ ലാംസ്, സിക്സ്ത് സെൻസ്, അങ്ങനെ പല സിനിമകൾ ഓർമ്മ വരും. സോ ഇതൊരു വളരെ പുതുമ നിറഞ്ഞ, നമുക്കറിയാത്ത ഒരു സ്ക്രിപ്റ്റ് ഒന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ നായകന്റെ കാര്യമൊക്കെ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എഴുതിയിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ, ചെറിയ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, എന്നാൽ അത് സ്ട്രോങ് ആയിട്ട് വരുന്നില്ല എന്നും തോന്നി. സോ ആകെ മൊത്തം ടോട്ടൽ ഒരു ഡീസന്റ് ത്രില്ലർ സീരീസ് ആണ് ലാസറസ്. എനിക്ക് പേഴ്സണലി ഇത്തരത്തിലുള്ള മിസ്റ്ററി ഉള്ള കഥകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ നമ്മളെ ഗസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഞാനിത് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെ കണ്ട ഒരു സീരീസ് ആണ്. എല്ലാവർക്കും ഇത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സീരീസ് ആമസോൺ പ്രൈം വീഡിയോ നിന്ന് കാണാൻ പറ്റും. 40 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. വേറെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മലയാളം ഡബിങ്ങും ആമസോൺ പ്രൈമിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു ഡീസന്റ് ഡബിങ്ങും ആണുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ സാധാരണ മലയാളം അവർ ഉപേക്ഷിക്കും. 18+ ആണോ എന്ന് ചോദിച്ചാൽ സെക്സ് ന്യൂഡിറ്റി ഒന്നുമില്ല, പക്ഷെ കുറച്ച് വയലൻസ്, അഡൽട്ട് ലാംഗ്വേജ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പറ്റിയതല്ല എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.